ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റബ്ബർ സീഡ് വെച്ചിട്ടുള്ള രണ്ടാമത്തെ ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ റബ്ബർ സീഡ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസും കൂടെ വേണം. അപ്പോൾ ഇതുപോലെ ഒരു ടോയിൻ്റെ കവർ ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ള കാർഡ്ബോർഡിൻ്റെ പീസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ഫോട്ടോ ഫ്രെയിമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ ഫ്രെയിമാക്കി വെക്കേണ്ടത് വെച്ചാൽ ആ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ പീസിൽ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ 4 മൂലകളും തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതൊരു സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇനി വരച്ചെടുത്ത ചതുരത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ വീണ്ടും ഒരു ചതുരം കൂടെ വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ 4 വശത്തും ഉള്ളിലേക്കായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ആദ്യം വരച്ചിട്ടുള്ള ആ ഒരു ചതുരത്തിൻ്റെ പുറത്തേക്കും 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ നമ്മൾ ഒരു ചതുരം കൂടെ വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ഒരു ഫോട്ടോയുടെ കറക്റ്റ് അളവിൽ നിന്നും ഉള്ളിലോട്ടും പുറത്തേക്കും ആയിട്ട് ഓരോ സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തേക്കുള്ള ആ ഒരു ലൈനിലൂടെയും അതുപോലെ തന്നെ ഉള്ളിലുള്ള ആ ഒരു ലൈനിലൂടെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു കറക്റ്റ് ചതുരത്തിലുള്ള പീസാക്കിയിട്ട് ഒരു ഫ്രെയിമിൻ്റെ ഷേപ്പിലാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഷാർപ്പ് എഡ്ജിലായിട്ടുള്ള ഒരു എന്തെങ്കിലും ടൂൾ വെച്ചിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതേ അളവിലുള്ള വേറൊരു പീസും കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. പക്ഷെ അതിൻ്റെ ഉൾവശത്ത് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പുറത്തുള്ള ഒരു അളവിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇനി ഇതേ നീളത്തിൽ ഒരു സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള 2 പീസൊന്നും അല്ല, സെപ്പറേറ്റ് ഒരു പീസിൽ നിന്നാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ കാർഡ്ബോർഡിൻ്റെ കട്ടിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് വരുന്ന ഭാഗമാണിത്. അതിൻ്റെ താഴെയായിട്ട് ആ ചെറിയ സ്ട്രിപ്പും കൂടെ വരും. അതിൻ്റെ താഴെയായിട്ടാണ് ആ വലിയ പീസ് വരുന്നത്. ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് വരുന്ന ഭാഗമാണ്. എന്നിട്ട് അതിൻ്റെ 3 വശത്തുമായിട്ട് ആ ഒരു സ്ട്രിപ്പ് ഒട്ടിച്ച് കൊടുക്കണം. 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് ആ സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഫെവിക്കോൾ ഉപയോഗിച്ചാലും മതി. പേപ്പർ ആയതുകൊണ്ട് ഏത് ഗ്ലൂ ഉപയോഗിച്ചാലും പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഇങ്ങനെ 3 ഭാഗത്ത് മാത്രമേ ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ. ഒരു ഭാഗം ഒഴിച്ചിടുകയാണ്. അത് നമുക്ക് ഫോട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഭാഗമാണ്, അതുകൊണ്ടാണ് അതങ്ങനെ ഒഴിച്ചിടുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഗം അപ്ലൈ ചെയ്തിട്ടാണ് അടുത്ത ലെയർ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ ഈ ലെയർ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പേപ്പർ സ്ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഈ ഒരു പശ തേച്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ മുകളിലെയും താഴത്തെയും ലെയർ തമ്മിലൊന്നും ഒട്ടിപ്പോവും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് റബ്ബർ സീഡ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാം ഒരേ സൈസിലുള്ളതാണെങ്കിൽ നമുക്ക് കാണാനൊരു ഭംഗിയായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ എല്ലാം ഒരേ സൈസിലുള്ളതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലെവലാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. കുറച്ച് സമയം വേണ്ടി വരും ഉണങ്ങാൻ വേണ്ടിയിട്ടെന്നുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സീഡ്സിൽ നിന്നും കുറച്ച് വലുത് മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരേ രീതിയിൽ ഒരേ ലെവലിൽ വരുന്ന രീതിയിലായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഫാബ്രിക് ഗ്ലൂ അല്ല, അപ്പോൾ കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി സീഡ്സ് ഒട്ടിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് വേറെ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സീഡ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 3ാമത്തെയും 4ാമത്തെയും സൈഡിൽ ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാണ്. കാരണം ഈ ഒരു റബ്ബർ സീഡ് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിഡ്ത്തൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഒക്കെ ഒരേ ലെവലിലാവുന്ന രീതിയിലാവും വേണം. എന്നാൽ തമ്മിൽ അത് ഒട്ടിക്കുന്ന സമയത്ത് ഗ്യാപ്പ് വരാനും പാടില്ല. അപ്പോൾ ആ രീതിയിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ളതെല്ലാം വെച്ച് നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഏകദേശം ഒരേ ലെവലിലുള്ളതും അധികം ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ കിട്ടുന്ന രീതിയിൽ പുറത്തൊന്ന് വെച്ച് നോക്കിയതിന് ശേഷം മാത്രം നമ്മളിതിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി.
ഇപ്പോൾ 4 സൈഡിലും ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സൈഡ്സ് കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് എടുത്തിട്ട് നോക്കുമ്പോൾ ഈ ഒരു അടിഭാഗത്ത് കൊടുത്തിട്ടുള്ള ഒരു സൈഡ്സ് കുറച്ച് വണ്ണം അധികമാണ്. അപ്പോൾ അതൊന്ന് മാറ്റി ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം കളർ ചെയ്ത് ചില സീഡ്സുകളൊക്കെ കാണുന്നുണ്ട്. അത് വേറെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വഴിയേ വരും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. അതിൻ്റെ ഇടയിലൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇങ്ങനെ ആക്കിയിട്ട് 2-3 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് നല്ല സ്റ്റിക്കായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സ്പ്രേ പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്ററിലും കൂടെ പെയിൻ്റ് ആവും. അപ്പോൾ ആ സെൻറ്ററിൽ നമ്മൾ ഫോട്ടോയുടെ മറ വരുന്ന ഭാഗമാണ് പെയിൻറ്റ് വേണമെന്നൊരു ആവശ്യമില്ല. അപ്പോൾ പെയിൻറ്റ് വരുന്ന ഭാഗത്ത് കുറച്ച് റബ്ബർ സീഡ് വെച്ച് കൊടുത്താൽ ആ പെയിൻറ്റൊക്കെ അതിൽ പിടിച്ചോളും. അപ്പോൾ നമുക്ക് ആ ഒരു സീഡ് വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ആ പെയിൻറ്റ് വെറുതെ അങ്ങോട്ട് വേസ്റ്റാക്കി പോവില്ല. നമ്മൾ വെറുതെ 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. ഞാനിപ്പോൾ ഗോൾഡൻ കളറിലുള്ള ഒരു സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ടാണ് ഇത് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് അക്രലിക് പെയിൻറ്റ് വെച്ചിട്ട് ബ്രഷൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ഒന്നുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് സ്പ്രേ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റബ്ബർ സീഡൊക്കെ മാറ്റി വെക്കുകയാണ്. അത് വെച്ചിട്ട് വേറെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ 2 ദിവസം കൊണ്ട് തന്നെ പബ്ലിക്കാക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ചാടിയുടെ കുരുവാണ് എടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇപ്പോൾ മഞ്ചാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേറെ ആയിട്ട് കളറൊന്നും കൊടുക്കേണ്ട. നല്ലൊരു ചുവപ്പ് കളറാണല്ലോ മഞ്ചാടിക്കുള്ളത്. പിന്നെ ഈ ഒരു മഞ്ചാടിക്ക് പകരമായിട്ട് കുട്ടികളുടെ മാലൊക്കെ പൊട്ടിയതിൻ്റെ ഉള്ള മുത്തുകളൊക്കെ ഉപയോഗിച്ചാലും മതി. അത് 2 റബ്ബർ സീഡിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിൻ്റെ ഐഡിയാസിനനുസരിച്ചൊക്കെ മാറ്റിയിട്ടൊക്കെ ചെയ്യാം. ഇങ്ങനെ ഫ്രെയിമിൻ്റെ 4 ഭാഗത്തും ഈ റബ്ബർ സീഡിൻ്റെ ഇടയിലായിട്ടാണ് ഈ മഞ്ചാടിയുടെ കുരു ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മഞ്ചാടിയൊക്കെ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിലും കൂടെ മഞ്ചാടി ഒട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പ്ലെയിൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്രയും ഭാഗത്തുകൂടെ മഞ്ചാടി ഒട്ടിക്കുക 4 ഭാഗത്തുകൊണ്ട് മഞ്ചാടി ഒട്ടിക്കുക എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതങ്ങോട്ട് പ്ലെയിൻ ആക്കി ഇട്ടു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം അതൊന്ന് ഫിനിഷ് ചെയ്യാതിരുന്നത്. ഇനി അങ്ങനെ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എന്തെങ്കിലും സെല്ലോ ടേപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ കാർഡ്ബോർഡ് അധികം കട്ടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്ര ബോറായിട്ട് തോന്നുന്നൊന്നുമില്ല. ഞാൻ വാളിൽ വെച്ച് നോക്കിയ സമയത്ത് അത്ര നല്ല രീതിയിൽ അത് കാണുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഇത് നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഹുക്ക് കൊടുക്കണം. അപ്പോൾ ചെറിയ ഹുക്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊന്നും വേണ്ട. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും റിബണോ അല്ലെങ്കിൽ ഒരു നൂലൊക്കെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ തന്നെ മതി. ഇങ്ങനെ ചെയ്താലും അത് കുറേ കാലം നമുക്ക് തൂക്കിയിടാൻ പറ്റും. കാരണം അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളൊന്നും അധികം വെയിറ്റ് ഉള്ളതല്ല. ഇനി ഞാൻ കാർഡ്ബോർഡ് എടുത്തിട്ടുള്ള ബോക്സിൽ ഇതുപോലൊരു ഭാഗം ഉണ്ടായിരുന്നു. ഒരു OHP ഷീറ്റിൻ്റെ അതേപോലെയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോയുടെ അതേ അളവിലാണ് ഈ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നല്ല കട്ടിയുണ്ട്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന OHP ഷീറ്റിനെക്കാളും കട്ടിയുണ്ട്. അപ്പോൾ ഏതായാലും ഇത് നല്ല ക്ലിയറും ഉണ്ട്. അപ്പോൾ ഇതന്നെ ഉപയോഗിച്ചാൽ മതിയെന്ന് വിചാരിച്ചു. ഈ ഫ്രെയിമിലോട്ട് ഈ ഫോട്ടോ വെക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലാസ് പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫ്രെയിമിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ ഫോട്ടോയുടെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ആ ഗ്ലാസ് പേപ്പർ വെച്ച് കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ നമ്മൾ ഒരു സ്ട്രിപ്പ് വെക്കാത്തൊരു ഭാഗം ഉണ്ടായിരുന്നു. ആ ഭാഗത്തിലൂടെയാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഹാങ് ചെയ്തിട്ടാൽ മതി. പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ചെയ്യാനില്ല. അപ്പോൾ ചുമരിൽ ഹാങ് ചെയ്തിടണ്ട എന്നുള്ളവർ അതിൻ്റെ ബാക്കിലായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് സ്റ്റാൻഡൊക്കെ ആക്കിയിട്ട് നമുക്ക് ടേബിളിലൊക്കെ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാനിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കേണ്ടെന്നുള്ളവർ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് തന്നെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ബാക്കിലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സൈഡ് ടേബിളിൽ അങ്ങനെയൊക്കെ ഒന്ന് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കഴിയുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഒരു പെയിൻറ്റിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അക്രലിക് പെയിൻറ്റ് ഉപയോഗിച്ചാലും മതി. ചെറിയൊരു ടിന്ന് വാങ്ങിച്ചാലും മതി.
പിന്നെ ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കിയതായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്ന സമയമായപ്പോഴേക്കും അത് എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയതാണ് നിങ്ങൾ വീഡിയോ ആയിട്ട് കണ്ടത്. ഇതിലെല്ലാ സീഡ്സും ഒരേ അളവിലും ഒരേ വലുപ്പത്തിലൊക്കെ ഉള്ളതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ മഞ്ചാടി വെച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതിലാകുമ്പോൾ പിന്നെ ചെറിയൊരു വലുപ്പ വ്യത്യാസമൊക്കെ ഉണ്ടായതുകൊണ്ട് അതറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ചാടിയൊക്കെ വെച്ചത്. അപ്പോൾ ആദ്യം എടുത്തത് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഡിലീറ്റായി പോയാലും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പിക്ക് മാത്രമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയത്. എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്താ ചെയ്യുക, അതുകൊണ്ട് ഡിലീറ്റായി പോയി വീണ്ടും ചെയ്യേണ്ട ഒരു അവസ്ഥയായി. എന്നാലും സാരമില്ല, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. പിന്നെ വീണ്ടും ഇതുപോലെയുള്ള റബ്ബർ സീഡിൻ്റെ ഒരു ക്രാഫ്റ്റ് ആയിട്ട് തന്നെ വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ താങ്ക്